ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ എല്ലാ കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നിഷാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വിളവെടുപ്പ് ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് വിളവെടുപ്പ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നട്ടു കൊടുക്കുക മാത്രമല്ല, ആ വിളവെടുപ്പ് എടുത്ത് നിങ്ങളെ കൂടെ ഷെയർ ചെയ്ത് കാണിക്കാനും ഇഷ്ടം കൂടുതലുള്ള കൂട്ടത്തിലൊരാളാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ വിളവെടുപ്പ്, ചെറുതല്ല കുറച്ച് വിളവെടുക്കാനുണ്ട്. നമ്മളെ ക്യാബേജ്, കാലിഫ്ലവർ അതൊക്കെ വിളവെടുക്കണം. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളുടെ കൂടെ അതും കൂട്ടത്തിൽ ഷെയർ ചെയ്യാണ്. അപ്പം നമുക്ക് വിളവെടുക്കാം. ആദ്യം തന്നെ നമ്മുടെ തക്കാളിയെ നമുക്ക് വിളവെടുക്കാം. തക്കാളിയൊക്കെ ഞാൻ തക്കാളിയെക്കുറിച്ച് എല്ലാം നിങ്ങളെ കൂടെ ഷെയർ ചെയ്തിരുന്നല്ലേ. അപ്പോൾ നമ്മൾ ഈ തക്കാളിയെ നമുക്ക് വിളവെടുക്കാം. വിളവെടുത്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജ് നമുക്ക് തക്കാളി കൃഷിയിൽ ചെയ്ത് കൊടുക്കണം. അതായത് പ്രൂണിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ തക്കാളി കൃഷിയിൽ. പിന്നെ വന്ന് അടുത്ത് വളം സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്താൽ സെക്കൻഡ് സ്റ്റെപ്പിലുള്ള വിളവ് നമുക്ക് കിട്ടുകയുള്ളൂ. കണ്ടോ, നല്ല രീതിക്ക് ഒരുവിധം കായ്കളൊക്കെ എനിക്ക് കിട്ടി, കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ ഒട്ടും ചിലവില്ലാത്ത ഒരു കൃഷിയാണ് തക്കാളി കൃഷി ചെയ്തതല്ലേ. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഞാൻ തക്കാളി നട്ടു കൊടുത്തത്. കണ്ട, അപ്പോൾ തക്കാളിയെല്ലാം നല്ല രീതിക്ക് പഴുത്ത് കിടക്കുന്നുണ്ട്. ഇതിനെ കൂടെ വിളവെടുക്കാം. തക്കാളി വിളഞ്ഞതെല്ലാം നോക്കി ഞാൻ ഇനി പറിച്ചെടുക്കുകയാണ്. കാരണം എന്നാലേ അടുത്ത സ്റ്റെപ്പ് തക്കാളി ഉണ്ടാവും. പച്ച തക്കാളി നല്ല രീതിക്ക് വിളഞ്ഞത് ഞാൻ പറിക്കുകയാണ്, കാരണം അതിരുന്ന് പഴുത്തുള്ളൂ. കൂടാതെ നമ്മളെ പച്ച തക്കാളി വന്ന് മീൻ കറിക്ക് ഒത്തിരി ടേസ്റ്റ് കൂട്ടുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തക്കാളിയെല്ലാം പറിക്കുക. എല്ലാം നല്ല രീതിക്ക് വിളഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളെ തോട്ടത്തിൽ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. ഇവിടെ ഒരുപാട് ആൾക്കാരിങ്ങനെ തോട്ടം കാണാൻ വരാറുണ്ട്. ആരെന്നറിയോ, നമ്മളെ മയിലമ്മമാരുണ്ട്, പിന്നെ മങ്കീസുകൾ വരും. അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് ഇതൊക്കെ ഞാനിങ്ങനെ നട്ടുപിടിപ്പിക്കുമ്പോൾ അവർക്ക് ഇതൊക്കെ പറിച്ച് കഴിക്കാൻ ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അവർക്കും കൊടുക്കാം, അവരും കഴിച്ചോട്ട്. വിശന്നിട്ടല്ലേ അല്ലേ, അവരും കഴിച്ചോട്ടെ, അതിന് സാരമില്ല. എന്നാൽ നമുക്കും കുറച്ച് വേണമല്ലോ അല്ലേ. അതുകൊണ്ടിങ്ങനെ നമ്മുടെ കിച്ചണിൽ വളരെ അത്യാവശ്യമായ ഒന്നാണ് നമ്മുടെ തക്കാളിയല്ലേ. ഇതുപോലെ നമ്മൾ 5 ഗ്രോ ബാഗിലോ എന്തെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിച്ച് നമുക്ക് തന്നെ ഇതുപോലെ ഫ്രഷായിട്ട് നമ്മളെ തക്കാളി പറിച്ചെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ അല്ലേ, കാരണം നിങ്ങളും ഇതുപോലെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കണം. ചില സമയം നമ്മളെ തക്കാളിക്കൊക്കെ ഇനിയിപ്പോൾ ചൂട് അധികരിച്ചതിൽ കുഴപ്പമില്ല. മഴ ടൈമിൽ നല്ല രീതിക്ക് വില വർദ്ധിക്കുന്ന ഒന്നുകൂടെയാണ് നമ്മളെ തക്കാളി. അപ്പം നോക്കിക്കേ, ഞാനിപ്പോൾ ഒരു പോട്ട് നിറയെ നല്ല വിളഞ്ഞ തക്കാളി തന്നെ ഇത്. അപ്പോൾ ഇതവിടെ പുറത്തിരുന്നാലും പഴുത്തുള്ളൂ, 2 ദിവസം കഴിയുമ്പോൾ പഴുത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരുവിധം നല്ല രീതിക്ക് വിളഞ്ഞതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. കണ്ടോ, 1 കിലോ അടുപ്പിച്ച് കാണില്ലേ ഇത്. നമുക്കും ഇതുപോലെ ചുമ്മാ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഗ്രോ ബാഗിൽ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് നല്ല രീതിക്കുള്ള കൂട്ടത്തിൽ വിഷം അടിക്കാത്ത നമ്മളെ തക്കാളി ഇതുപോലെ നമുക്കും നമ്മളെ തോട്ടത്തിൽ നിന്നോ വീട്ടിൽ നിന്നോ എവിടെയെങ്കിലും പറിച്ചെടുക്കാം അല്ലേ. അടുത്ത് നമുക്കിനി ക്യാബേജ് വിളവെടുക്കാമേ. ക്യാബേജ് നല്ല രീതിക്ക് പൂത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതും മെച്ചുവേർഡ് ആയതിനൊക്കെ നമുക്ക് വിളവെടുക്കാം. നമ്മൾ ക്യാബേജിനെ കൂടെ വിളവെടുക്കണം. ഇതാ ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്, അതുകൂടെ വിളവെടുക്കണം. എപ്പോഴും പറയണ തന്നെ ഒടിച്ച് വിട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇതിപ്പോൾ ഞാൻ നേരത്തെ വിളവെടുത്തതാണ്. കണ്ടോ, തൈകൾ വന്നിരിക്കുന്നുണ്ടോ. ഇത് സക്സസ് ആകുമോയെന്ന് അറിയില്ല, വച്ച് നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ 2 ക്യാബേജ് വിളവെടുത്തു. ഇനി കാലിഫ്ലവറിനെ കൂടെ വിളവെടുക്കാം. ക്യാബേജ് ഇന്നും നിൽപ്പുണ്ട്, അതിനെ കൂടെ എടുക്കാം. മെച്ചുവേർഡ് ആകുന്ന ടൈമിൽ ഇതിലൊരു കളർ പോലെ ഇങ്ങനെ വരും. കണ്ടോ, അപ്പോഴാണ് നമ്മൾ ഇത് മെച്ചുവേർഡ് ആയെന്ന്
മനസ്സിലാക്കണം. ഓടിച്ചെടുക്കണം. വീണ്ടും ഇവിടെ ഒരു കാലിഫ്ലവർ ഉണ്ട്, അതുകൂടെ ഓടിച്ചെടുക്കണം. ഇതൊരു സീസണൽ പച്ചക്കറിയാണ്. പക്ഷേ വയനാട്ടിൽ അങ്ങനെയുള്ളവരൊക്കെ പറയണുണ്ട് 365 ദിവസവും അവരെ തോട്ടത്തിൽ ക്യാബേജും കാലിഫ്ലവറും വളർത്തുന്നു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, സക്സസ് ആവുമെന്നറിയില്ല. ഇവിടെയും അടുത്തൊരു കാലിഫ്ലവറും ക്യാബേജും ഉണ്ട്, അതുകൂടെ എടുക്കാം. കണ്ടോ, വെറുതെ ഇരുന്ന് നമുക്കിതൊക്കെ കിട്ടുമോ? നമ്മളിങ്ങനെ നട്ട് പിടിപ്പിച്ചാലേ ഇതൊക്കെ നമുക്ക് കിട്ടും. വീണ്ടും ഒരു ക്യാബേജ് നിൽപ്പുണ്ടേ, അതുകൂടെ എടുക്കാം. നല്ല രീതിക്കുള്ള ക്യാബേജ്. ഇവരൊന്നും അടുത്തിവിടെ ഒരു ക്യാബേജ് ഉണ്ട്. വീണ്ടും ഇവിടെ അടുത്തൊരു നോക്കിക്കേ, നമ്മളെ തോട്ടത്തിൽ നിന്ന് ഞാനിന്ന് വിളവെടുത്തതാണ്. നമ്മുടെ തക്കാളി വിളവെടുത്തു. 3 ക്യാബേജ്, നല്ല രീതിക്കുള്ള ക്യാബേജ് തന്നെ കിട്ടിയിട്ടുള്ളൂ. ഒരു കേടോ അങ്ങനെ ഒന്നുമില്ല. നല്ല ഫ്രഷ് ക്യാബേജ് തന്നെ കിട്ടി. പിന്നെ നമ്മളെ കാലിഫ്ലവർ കണ്ടോ. അപ്പം ഞാനിത് നട്ടതെല്ലാം നിങ്ങളെ കൂടെ ഷെയർ ചെയ്തിരുന്നല്ലേ. ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്കിതൊക്കെ നട്ടുപിടിപ്പിച്ച് എടുക്കാമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതെല്ലാം ഇതുപോലെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ളത് നമ്മളെ ടെറസിനോ വീടിൻ്റെ സൈഡ് ഭാഗത്തിനോ നമുക്കെടുക്കാം. ഇനി കുറച്ച് പീച്ചിൽ കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് വിളവെടുക്കാമേ. അപ്പോൾ ഇവിടെ ഞാൻ പീച്ചിൽ നട്ടുപിടിപ്പിച്ചു. ഇത് നമ്മളെ പാവൽ നട്ടിരുന്ന സ്ഥലമാണ് അല്ലേ, എൻ്റെ വീഡിയോ കണ്ടിരുന്നവർക്ക് അറിയാം. അപ്പോൾ ഞാനിത് നമ്മളെ ഇവിടെ പീച്ചിലാണ് ഞാൻ നട്ടുപിടിപ്പിച്ചത്. അതും കായ്കൾ പിടിച്ചു. ഇത് നമ്മളെ കന്യാകുമാരി ജില്ലക്കാർക്ക് വലിയ രീതിക്ക് സുപരിചിതം ഇല്ലാത്ത ഒരു പച്ചക്കറിയാണ്. ഇതിനെപ്പറ്റിയുള്ളത് എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്നൊന്നും എനിക്കും അറിയില്ല. അറിയാമെന്നുള്ളവർ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ, ഇതെങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇതിനെ കൂടെ നമുക്ക് വിളവെടുക്കാം. അപ്പോൾ നമ്മളെ താമരയ്ക്ക് കൊടുക്കേണ്ട വളം ഇതാണ്. ഇത് DAP, ഇത് വന്ന് മെഗാ റിച്ച് എന്ന് പറഞ്ഞത്. ഇത് രണ്ടും നമ്മളെ നഴ്സറിയിൽ കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും DAP ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വർഷം ഞാൻ ഇത് ഇങ്ങനെ ഈ വളം മാറ്റി കൊടുക്കുകയാണ്. ഇത് കുറച്ചുകൂടെ കൊള്ളാമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വളം കൊടുക്കുന്നത്. ഇതെങ്ങനെയാണ് ഞാൻ താമര വേഗം പൂക്കളുണ്ടാകുക ഈ വളം സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇതുപോലെ വളം കിട്ടിയില്ലെങ്കിൽ നമ്മളെ കടലപ്പിണ്ണാക്കുണ്ടല്ലോ, അത് പൊടിച്ച് ശകലം നമ്മളെ ടിഷ്യൂ പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ പൊതിഞ്ഞ് ഇതുപോലെ ടബിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒത്തിരിയല്ല, കുറച്ചൊരു 5-6 അളവിനുള്ള എടുക്കണം. ഞാനത് ഇങ്ങനെയൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലോട്ടസ്. ഇതിൽ നല്ല രീതിക്ക് സ്റ്റാൻഡിങ് ലീഫ് വന്നു. ഈ സ്റ്റാൻഡിങ് ലീഫ് വന്നു കഴിഞ്ഞാലാണ് വേഗത്തിൽ പൂക്കളുണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഈ വെള്ളത്തിൽ ഇതുപോലത്തെ വാട്ടർ പ്ലാന്റ്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് കൊതുക് ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ വെള്ളം എപ്പോഴും നിറച്ചിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ വളം എങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഇതിനോട് ഇപ്പോൾ നമ്മൾ വളം വെച്ച് കൊടുക്കുമ്പോൾ കെയർഫുള്ളായിരിക്കണം. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇതിൽ നല്ല ആൾക്കാരൊക്കെ വന്ന് കയറി കിടക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വെച്ച് കൊടുക്കുക. അതായത് മണ്ണിനോടിങ്ങനെ പൊതിഞ്ഞ് അകത്തായിട്ട് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതിപ്പോൾ ട്യൂബർ ഇളക്കാത്തതാണ്. ഞാനിപ്പോൾ ഇലകൾ കരിഞ്ഞപ്പോൾ അതിനെയൊക്കെ കട്ട് ചെയ്ത് വിട്ടപ്പോൾ വീണ്ടും നല്ല രീതിക്ക് ലീഫായി വന്നു. കണ്ടോ, ഇങ്ങനെയാണ് നമ്മളെ താമരയ്ക്ക് വളം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.